എന്താണ് വിഗ്രഹാരാധന? ശരിക്കും ശമൂവേലിൻ്റെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം വായിക്കുമ്പോഴത്തേക്ക് ശമൂവേൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശരിക്കും അറിയാവുന്ന വാക്കാണ്. മത്സരം ആഭിചാരം പോലെയും ശാഠ്യം വിഗ്രഹാരാധന പോലെയും ആകുന്നു, അല്ലേ? 1 ശമൂവേൽ 15-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിൽ എന്താണ് ശാഠ്യം? എന്താണ് ശാഠ്യം? വാട്ട് യു മീൻ ബൈ ദാറ്റ്? എന്താണ് ശാഠ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ശാഠ്യം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, ഞാൻ പറയുന്ന കാര്യം നടക്കണമെന്ന് പറയുന്നതാണ് എന്ത്? ശാഠ്യം. ആം ഐ റൈറ്റ്? പറയുന്നില്ലല്ലോ. ഇത് എത്രയോ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശാഠ്യത്തിൻ്റെ സമയത്ത് നടക്കുന്നതെന്നറിയാമോ? ദൈവത്തിന് ഇഷ്ടമുള്ളത് നടക്കണമെന്നല്ല നമ്മൾ പറയുന്നത്. എന്താ പറയുന്നത്? ഞാൻ പറയുന്ന കാര്യം നടക്കണം, എനിക്കിഷ്ടമുള്ള കാര്യം നടക്കണം. ഈ പിള്ളേരൊക്കെ വാസ്തവത്തിൽ നിങ്ങൾ വിഗ്രഹാരാധികളാക്കുക. പിള്ളേരാണ് ഏറ്റവും കൂടുതൽ ശാഠ്യം. അത് പഠിപ്പിക്കുക, നമ്മൾ പഠിപ്പിക്കുക. ഞാൻ ഈ ഇടയ്ക്ക് ചില പ്രായോഗിക കാര്യം കൂടെ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നറിയാമോ? പിള്ളേർ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അത് നമ്മൾ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ കരയും, അവൻ ഉരുളും. നമ്മളെന്ന് പറയും, പൂച്ചിനെ കൊണ്ട് തോറ്റു, എന്നാണ്ട്. അപ്പോൾ അവൻ പറയുന്ന കാര്യം നടന്നു. യു നോ വാട്ട് ഹാപ്പൻസ്? എന്താ സംഭവിക്കുന്നത്? അവൻ്റെ സിംഹാസനത്തിൽ അവനെ പ്രതിഷ്ഠിക്കുകയാണ്. അവൻ്റെ സിംഹാസനത്തിൽ അവനെ പ്രതിഷ്ഠിക്കുകയാണ്. ശാഠ്യം. ഇതേപോലെ ഇങ്ങനെ വളരുന്ന ഓരോ കുഞ്ഞുങ്ങളും, നമ്മൾ ഉൾപ്പെടെ ആരും ആയിക്കോട്ടെ, എൻ്റെ സിംഹാസനത്തിൽ എന്നെ വാസ്തവത്തിൽ നമ്മൾ കർത്താവ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ. എന്താണെന്ന് ചോദിച്ചാൽ, ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കട്ടെ. തന്നെത്താൻ ത്യജിക്കുമ്പോൾ സിംഹാസനത്തിൽ നമ്മൾ താഴെ ഇറങ്ങുകയാണ്. യു ഗെറ്റ് മീ വാട്ട് ഐ സേ? പക്ഷേ ത്യജിക്കുന്നില്ലെങ്കിൽ എന്താണ്? സിംഹാസനത്തിൽ ഞാൻ തന്നെ ഇരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും വലിയ പ്രശ്നം, അവരവരുടെ സിംഹാസനത്തിൽ അവരവർ തന്നെ ഇരിക്കുകയാണ്. മറ്റുള്ളവരുടെ സിംഹാസനത്തിലൂടെ ഇരിക്കാൻ നോക്കുന്നത് കൊണ്ട് അവരുടെ മേളിലും കൂടെ കയറാൻ നോക്കുകയാണ്. വാട്ട് ഈസ് ഇറ്റ്? ഇതാണ് വിഗ്രഹാരാധന, വേറെ ഒന്നുമല്ല. ഇതാണ് വിഗ്രഹാരാധന. മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം വിഗ്രഹാരാധന പോലെയും മിഥ്യാപൂജ പോലെയും ആകുന്നു. നമ്മൾ ഈ വാക്യം വായിച്ചാൽ നമുക്കൊന്നും ഫീൽ ചെയ്യത്തില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ബ്രദറെ അതെല്ലാം വിട്ടില്ലേ, രൂപങ്ങളെല്ലാം നമ്മൾ ഉടച്ചു കളഞ്ഞതാണ്. പെന്തിക്കോസ് വന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ കന്യാമറിയാമിൻ്റെ വലിയൊരു ഫോട്ടോ ഉണ്ടായിരുന്നു, ഞാനത് തല്ലി പൊട്ടിച്ച് ദൂരെ കളഞ്ഞു, എൻ്റെ വീട്ടിൽ ഞാൻ കയറ്റത്തില്ലെന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് കന്യാമറിയാമിൻ്റെ ഫോട്ടോ കളഞ്ഞു, പക്ഷേ ഹൃദയത്തിൽ നിന്ന് എന്നെ കളഞ്ഞിട്ടില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ നടന്നേലേ പറ്റൂ. എന്താണത്? അതാണ് വിഗ്രഹാരാധന. പൗലോസ് പറയാണ്, അവരിൽ ചിലർ വിഗ്രഹാരാധികളായി തീർന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ വിഗ്രഹാരാധികളാകാൻ പാടില്ല. നോക്കുക അതിൻ്റെ കോൺസിക്വൻസ്. നമ്മൾ എക്സോഡസ് തന്നെ വായിക്കും, പുറപ്പാട് 32-ാം അധ്യായം വായിക്കുമ്പോഴത്തേക്ക് ദൈവം ഇത് കണ്ട് ആകെപ്പാടെ വിഷമിച്ചു. ദൈവം പറഞ്ഞു 7-ാം വാക്യത്തിൽ, അപ്പോൾ യഹോവ മോശയോടെ, നീ ഇറങ്ങി ചെല്ലുക, നീ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു. നോക്ക്, ദൈവം കൈവിട്ട് കളഞ്ഞു. ദൈവം പറഞ്ഞു, എനിക്കിനി അവരുടെ ആവശ്യമില്ല. എന്നിട്ട് പറയാണ്, ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നമസ്കരിച്ച് അതിന് യാഗം കഴിച്ചു. എന്നിട്ട് ഇസ്രായേലിനെ നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറയുന്നു എന്ന് അരുളി ചെയ്തു. ഞാൻ ഈ ജനതയെ നോക്കി അത് ദുശ്ശാഠ്യമുള്ള ജനം ആകുന്നു എന്ന് കണ്ടു. അതുകൊണ്ട് എൻ്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ചു. കർത്താവ് പറയുന്ന കാര്യം ഒന്നാണ്. വിഗ്രഹാരാധനയുടെ പ്രശ്നമായിട്ട് കർത്താവ് പറയുന്നതെന്നറിയാം, അവർ ദുശാഠ്യമുള്ള, വിഗ്രഹാരാധനയുടെ കാര്യം പറഞ്ഞിട്ട് അടുത്ത പറയുന്നത് ദുശാഠ്യമുള്ള ജനം. നമ്മളെ നോക്കിയിട്ട് നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുന്ന വിശ്വാസികളായ ആളുകളെ നോക്കി കർത്താവ് പറയുന്ന സെയിം വാക്കാണ്. ദൈവം അന്നും ഇന്നും എല്ലാം ഒരുപോലെയാണ്. അന്ന് അവൻ പറഞ്ഞ വാക്ക് തന്നെ അവൻ ഇന്നും പറയത്തുള്ളൂ. നമ്മുടെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ നമ്മളെ നോക്കിയിട്ട് കർത്താവ് പറയണം, ഇവനെ കൊണ്ട് തോറ്റു, ഞാനിവനെ വീണ്ടെടുത്ത് ഇത്രയും കൊണ്ടുവന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നില്ല? അവൻ്റെ ശാഠ്യത്തെ വിട്ടുകളയുന്നില്ല. അവൻ പറയുന്ന കാര്യങ്ങൾ നടക്കണം. അവൻ്റെ സിംഹാസനത്തിൽ അവൻ എന്നെ ഇതുവരെ ഇരുത്തിയിട്ടില്ല. അവൻ്റെ സിംഹാസനത്തിൽ നിന്ന് അവൻ ഇറങ്ങി തന്നിട്ടില്ല. അവൻ്റെ സിംഹാസനത്തിൽ അവൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനെ, അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ്, രാജാവാണ് തീരുമാനം എടുക്കുന്നത്, അല്ലേ? റൈറ്റ്. അവൻ്റെ തീരുമാനങ്ങൾ, അവൻ്റെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്ന അവൻ തന്നെയാണ്. അതാണ് ദുശാഠ്യമുള്ള ജനം. ദൈവം വളരെ പ്രയാസപ്പെട്ട് പറയാണ്, നോക്കുക, എനിക്കവരെ സഹിക്കാനായിട്ട് കഴിയുന്നില്ല. പിന്നെ മോശഭാവം ഇടയ്ക്ക് നിന്ന് വളരെയേറെ ഇൻ്റർസീഡ് ചെയ്തിട്ടാണ് ദൈവം അവരെ നശിപ്പിക്കുന്നതിന് അല്പമെങ്കിലും ഒരു മൊത്തമായിട്ട് നശിപ്പിക്കുന്നതിന്. ശരിക്കും മോശയോട് കർത്താവ് ഓഫർ ചെയ്യുന്നതെന്നറിയാമോ? അവരെ വിട്ടുകളടാ, അവരെ പോട്ടെ, ഞാൻ ഐ ആം ഗോയിങ് ടു ബേൺ ദം ആൾ. 1 മിനിറ്റിനകത്ത് ഞാൻ അവരെ ദഹിപ്പിച്ച് കളയാൻ പോവുകയാണ്. സാരമില്ല, ഞാൻ അബ്രഹാമിനെ വിളിച്ചതുപോലെ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നിന്നെ വിളിച്ചോളാം, നിന്നെ ഞാൻ വലിയ ഒരു ജാതിയാക്കും. നോക്ക്, അതായത് മോശ ഒരക്ഷരം സംസാരിച്ചിരുന്നില്ല. എന്നാൽ പിന്നെ ഇപ്പോൾ എന്തോ ചെയ്യാനാണ് കർത്താവേ, അവരെ നീ കളയാ, എന്നാൽ പിന്നെ എന്നെ ജാതിയാക്കെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമ്മളൊക്കെ അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറയുന്നതിന് പകരം അറിയപ്പെടുന്നത് ആരുടെ സന്തതി എന്നായിരുന്നേനെയും? മോശയുടെ സന്തതി എന്നായിരുന്നേനെ. എന്നാൽ മോശ ആ വാക്ക് കേട്ട് പോയില്ല. അതാണ് മോശയുടെ പ്രത്യേകത. അവൻ സ്വയം ഉയരുവാൻ ആഗ്രഹിച്ചില്ല, വേറൊരാളാകാൻ ആഗ്രഹിച്ചില്ല. അവൻ പറഞ്ഞു, നോ ലോർഡ്,
അവരോട് നിനക്ക് വിരോധം തോന്നരുത്, നിൻ്റെ ജനത്തോട് നിനക്ക് വിരോധം തോന്നരുത്. അവിടെ അവൻ ശാഠ്യമെടുത്തില്ല, അവൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടില്ല, അവൻ്റെ താല്പര്യങ്ങളല്ലായിരുന്നു അവൻ്റെ വിഷയം. അവന് ദൈവമായിരുന്നു, ദൈവത്തിൻ്റെ ജനമായിരുന്നു, അവൻ്റെ ജനമായിരുന്നു അവൻ്റെ വിഷയം. ഈ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. അപ്പോൾ ശാഠ്യം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയാണ്. അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്നുള്ളത് നമ്മൾ പിന്നെ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് കാണുന്നുണ്ട്. മോശെ ഇറങ്ങി വന്നു, വളരെ കോപാകുലനായി കയ്യിൽ നിന്ന് പല കൽപ്പലകളെ എറിഞ്ഞുടച്ച് കളഞ്ഞു, വിഗ്രഹത്തെ എടുത്തു, ഇടിച്ച് പൊടിയാക്കി വെള്ളത്തിൽ കലക്കി അവരെ കൊണ്ട് കുടിപ്പിച്ചു. അതുകൊണ്ടും തീർന്നില്ല. ലേവ്യരോട് അല്ലെങ്കിൽ യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ലേവ്യർ അവൻ്റെ പക്ഷത്തിൽ ചേർന്നിട്ട് അവരെ സ്വന്തം സഹോദരന്മാരെ കൊല്ലുന്ന ഒരു സ്റ്റേജ്. എത്ര വലിയ ദ പ്രൈസ് ഇസ്രായേൽ ഹാഡ് ടു പേ ഫോർ ഐഡൽട്രി വാസ് സോ ഹൈ, ദേ ഹാഡ് ടു കിൽ ഈവൻ ദെയർ ഓൺ ബ്ലഡ്. അവരുടെ സ്വന്തം രക്തത്തെ കൊന്നുകളയത്തക്ക രീതിയിൽ അത്രയ്ക്കും വലിയ കോൺസിക്വൻസ് ഉണ്ടാക്കിയ ഒരു കാര്യമാണ് അവിടെ നടന്നതായ കാര്യം, വിഗ്രഹാരാധന. ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്കൊക്കെ വളരെ ആശ്വാസം. കാര്യം നമ്മൾ ചെയ്യാത്തൊരു കാര്യം, പക്ഷേ നമ്മൾ എന്നും ചെയ്യുന്ന കാര്യമാണിത്, എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അന്ന് അവർക്കത് ദൃഷ്ടാന്തമായി ഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നത്. ഇനി 1 കൊരിന്ത്യർ 10-8 വാക്യത്തിൽ വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ, അവർ ചിലർ പരസംഗം ചെയ്ത് ഒറ്റ ദിവസത്തിൽ തന്നെ എത്ര പേര്? 23,000 പേര് നശിച്ചതുപോലെ നിങ്ങൾ പരസംഗം ചെയ്യരുത്. ഈ ഭാഗം വാസ്തവത്തിൽ നമ്മൾ നമ്പേഴ്സിൻ്റെ പുസ്തകം, സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിലാണ് കാണുന്നത്. 25-ാം അധ്യായത്തിൽ ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബിയ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ബാൽപേയോരിനോട് ചേർന്ന് യഹോവയുടെ കോപം ഇസ്രായേലിൻ്റെ നേരെ ജ്വലിച്ചു. യഹോവ മോശയോട്, ജനത്തിൻ്റെ തലവന്മാരൊക്കെയും കൂട്ടി യഹോവയുടെ ഉഗ്ര കോപം ഇസ്രായേലിനെ വിട്ടുമാറേണ്ടതിന് അവരെ യഹോവയുടെ മുമ്പാകെ പരസ്യമായി തൂക്കിക്കളക. മോശ ഇസ്രായേൽ ന്യായാധിപന്മാരോട്, നിങ്ങൾ ഓരോരുത്തരും താൻ്റെ ആളുകളിൽ ബാൽപേരിനോട് ചേർന്നവരെ കൊല്ലുവീരെന്ന് പറഞ്ഞു. എന്നാൽ മോശയും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കരഞ്ഞുകൊണ്ടിരുന്ന ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും കാണുക, ഒരു ഇസ്രായേലിയൻ തൻ്റെ സഹോദരന്മാരുടെ മധ്യത്തിലേക്ക് ഒരു മിദ്യാന്യ സ്ത്രീയെ കൊണ്ടുവന്നു. അഹരോൻ പുരോഹിതൻ്റെ മകനായ എലയാസറിൻ്റെ മകൻ ഫീനഹാസ് അത് കണ്ടപ്പോൾ സഭയുടെ മധ്യത്തിൽ നിന്ന് എഴുന്നേറ്റ് കയ്യിൽ ഒരു കുന്തമെടുത്തു. ആ ഇസ്രായേലിൻ്റെ പിന്നാലെ അന്തപുരത്തിലേക്ക് ചെന്ന ഇരുവരെയും, ആ ഇസ്രായേലിനെയും ആ സ്ത്രീയെയും തന്നെ അവളുടെ ഉദരം തുളയും വരെ കുത്തി. അപ്പോൾ ബാധ ഇസ്രായേൽ മക്കളെ വിട്ടുമാറി. ബാധ കൊണ്ട് മരിച്ചുപോയവർ 24,000 പേർ. നോക്കുക, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്രായേൽ ബാൽപേയോരിനോട് ചേർന്നു എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യമാണ്. ഇസ്രായേൽ മക്കൾക്ക് നമ്മൾ ന്യൂ ടെസ്റ്റമെന്റ് വരുമ്പോഴത്തേക്ക് ബിലയാമിനെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ഇസ്രായേൽ പാപം ചെയ്യേണ്ടതിന് അവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ബുദ്ധി. ബിലയാം ബാലാക്കിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നോർമലി നിനക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇസ്രായേൽ മക്കളെ തോൽപ്പിക്കാൻ കഴിയത്തില്ല, അവരെ ശപിക്കാൻ പറ്റത്തില്ല, അവരെ ശപിക്കാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല, ഞാൻ ശപിച്ചിട്ടും പ്രയോജനമൊന്നുമില്ല. കാര്യം അവൾ അനുഗ്രഹിക്കപ്പെട്ട ജനം, ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നവനെ ഞാൻ എങ്ങനെയാണ് ശപിക്കുന്നത്? പിന്നെ എന്താ ഇവരെ തോൽപ്പിക്കാനുള്ള മാർഗം എന്ന് ബാലാക്ക് ബിലയാമിനോട് ചോദിച്ചപ്പോൾ ബിലയാം പറഞ്ഞൊരു കാര്യമുണ്ട്, അവരെ കൊണ്ട് നീ വല്ല രീതിയിലും പാപം ചെയ്യിക്കാൻ നോക്ക്. അങ്ങനെ പാപം ചെയ്യുകയാണെങ്കിൽ നമ്മളവരെ പ്രത്യേകിച്ച് ശപിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ത് സംഭവിച്ചോളും? ദൈവം തന്നെ അവരെ അപ്പോൾ അതാണ് ബിലയാം കൂലി വാങ്ങിച്ച് വാസ്തവത്തിൽ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്യുന്നറിയാമോ? മോവാബ്യ സ്ത്രീകളെ he was sending the Moabites to these people. ഈ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. മോവാബ്യ സ്ത്രീകൾ അവരെ വശീകരിച്ച് ഇസ്രായേൽ ശിരുവിൽ പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനങ്ങളെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ബാൽപേയോരിനോട് ചേർന്നു. എന്താ അതിൻ്റെ അർത്ഥം? അന്നത്തെ അവരുടെ സിസ്റ്റം ജാതീയ സിസ്റ്റമാണ്. കാനനൈറ്റ് റിലീജിയനിൽ, പ്രത്യേകിച്ച് മൊവാബൈറ്റ് റിലീജിയനിൽ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന വ്യഭിചാരമാണ്. അതായത് ഉത്സവത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ബന്ധപ്പെടുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ്, ദേവിക്ക് പ്രീതി വരുത്താൻ വേണ്ടിയാണ് അവരെന്ത് ചെയ്യുന്നത്. അവരുടെ ഓരോ ദൈവത്തിൻ്റെ സ്വഭാവമേ അതിനെ ആരാധിക്കുന്നവർ കാണിക്കുന്നുള്ളൂ. ഇല്ല, ഓരോ ദൈവത്തിൻ്റെ സ്വഭാവമേ. കാര്യം എനിക്ക് ഞാൻ ആരാധിക്കുന്ന ദൈവത്തെക്കാളും നന്നാകാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഇതുപോലെ 10,000-കണക്കിന് പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബന്ധപ്പെട്ട് നടക്കുന്ന, മനുഷ്യനെ കൊല്ലുകയും തിന്നുകയും ചെയ്യുന്ന ദൈവങ്ങളുടെ പുറകെ നടക്കുന്നവൻ്റെ സ്വഭാവം അങ്ങനെ വരത്തുള്ളൂ എന്ന് തന്നെയല്ല, അത് ദൈവത്തിന് പ്രസാദമാണെന്നാണ് അവരുടെ ചിന്ത. മിക്ക റിലീജിയനിലും ദൈവത്തിന് അർപ്പിക്കുന്നത് മദ്യമല്ലേ? എന്തുകൊണ്ടാണ്? മദ്യപാനികളായ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പിന്നെ വേറെ എന്തുകൊണ്ട് കൊടുക്കണ്ടത്? ഞങ്ങൾക്ക് മധ്യപ്രദേശിൽ ഒരു
എന്നാ ഒരു ദൈവമുണ്ട്. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യ ദൈവമുണ്ട്. അയാൾ പാതൽ ബാബ എന്ന് ഞങ്ങൾ വിളിക്കുന്നത്. മറ്റൊരു പേര് അയാൾക്കുള്ളത് ഓയിൽ ബാബ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഏറ്റവും ഇഷ്ടം ഓയിൽ കുടിക്കുന്നതാണ്. അയാൾ കുടിക്കും. ഏത് ഓയിൽ? ഈ നമ്മളെ പണ്ടിക്ക് ഒഴിക്കുന്ന ഓയിൽ. എന്തായാലും അയാൾ താമസിക്കുന്നത് അവിടെ ഈ പെട്രോൾ പമ്പിലാണ്. ഇപ്പോൾ പെട്രോൾ പമ്പിൽ തന്നെ താമസിക്കുന്നതുകൊണ്ട് ആർക്കെങ്കിലും അയാളിൽ നിന്നൊരു പ്രസാദം വേണമെന്ന് തോന്നിയാൽ എന്ത് കൊടുക്കണം? 100 ഓയിൽ വാങ്ങിച്ചു കൊടുത്താൽ മതി, വേറെ ഒന്നും വാങ്ങിച്ചു കൊടുക്കണ്ട. കാര്യം അയാൾ കുടിക്കുന്നതല്ല നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ മൊവാബൈറ്റ്സിന്റെ പ്രത്യേകത ബേസിക്കലി പെർവേർട്ടഡ് ഗ്രൂപ്പാണ് ഈ മൊവാബൈറ്റ്സ്. ബാൽ പെയോർ എന്ന് പറയും. പെയോറിലെ ബാൽ എന്നാണ്. ബാൽ പെയോർ എന്ന് പറഞ്ഞാൽ അത്രേ. പെയോർ എന്ന് പറയുന്ന സ്ഥലത്തെ ബാൽ ദൈവത്തിന്റെ പ്രത്യേകത, അവിടെ റിലീജിയൻ അല്ലെങ്കിൽ അവരുടെ റിലീജിയസ് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സ്ത്രീ പുരുഷന്മാർ അന്യോന്യം പരസ്യമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. മോവാബിയ സ്ത്രീകൾ എന്ത് ചെയ്തു? പെതിയെ ഇസ്രായേൽ മക്കളെ, ആരുടെ ബുദ്ധിയാണെന്നറിയാമോ? ബിലയാമിൻ്റെ ബുദ്ധിയാണ്. ബിലയാമിൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അവർ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെതിയെ ഇവരെ വശീകരിച്ചു. വശീകരിച്ചിട്ട് കമോൺ, ഞങ്ങളുടെ ഒരു ഉത്സവമുണ്ട്, അതിന് പോയേക്കാം എന്ന് പറഞ്ഞ് അവരെയും വിളിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. സോ പെതിയെ വശീകരിച്ചു കൊണ്ടുപോയതാണ്. വശീകരിച്ച് ഈ പാപം ചെയ്തു കഴിഞ്ഞാൽ വിശുദ്ധനായ ദൈവത്തിന് അശുദ്ധിയിൽ ജീവിക്കുന്ന ജനത്തെ സഹായിക്കുക അസാധ്യമാണെന്ന് ആര് മനസ്സിലാക്കി? ബിലയാം മനസ്സിലാക്കി. ആ ബിലയാം ഉപദേശിച്ചു കൊടുത്തതാണ് ഇസ്രായേൽ മക്കളെ കൊണ്ട് പാപം ചെയ്യിച്ച ബിലയാം എന്ന് എഴുതിയിരിക്കുന്നത് പുതിയ നിയമത്തിൽ. ഇസ്രായേൽ മക്കളെ കൊണ്ട് പാപം ചെയ്യിക്കാൻ ഉപദേശിച്ചു കൊടുത്ത ബിലയാം. നോക്കുക, അവരെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ബാൽ പെയോറിനോട് ചേർന്നു. പെയോറിലെ ബാൽ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഉത്സവങ്ങളിൽ അവരോട് ചേർന്നു. ആക്ച്വലി വാട്ട് ഹാപ്പൻസ്, പിന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് നമുക്ക് സമയമില്ല. ഐ ഡോണ്ട് ഹാവ് ടൈം. ഞാൻ റണ്ണിങ് ഫാസ്റ്റ്. പക്ഷേ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമാണ്. എന്താണ് ഇന്നത്തെ ഇതിൻ്റെ പ്രസക്തി? ഇതിൻ്റെ പ്രസക്തി മറ്റൊന്നുമല്ല. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പല സമയത്തും വളരെ സ്ട്രിക്റ്റായിട്ടുള്ള വേർപാട് സൂക്ഷിച്ചില്ലെങ്കിൽ പാപങ്ങളിലേക്ക് നമ്മളെ വലിച്ചഴച്ചുകൊണ്ട് പോകുന്ന ഒരു സമൂഹമാണിതെന്നുള്ളത് മറന്നു പോകരുത്. ഈ കാലയളവിൽ ഒരു വലിയ പ്രശ്നം വിശുദ്ധി അല്ലെങ്കിൽ വേർപാടെന്നൊക്കെ പറയുന്നത് വലിയ അത്യാവശ്യമുള്ളൊരു കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത് ഓക്കെ, നമ്മൾ ഇവിടെ അല്ലേ ജീവിക്കുന്നത്, നമ്മൾ ലോകത്തിലല്ലേ ബ്രദറെ ജീവിക്കുന്നത്, നമ്മൾ മറ്റൊരു ദേശത്തിലല്ലയോ ബ്രദറെ എന്നൊക്കെ പറയുന്ന വർത്തമാനമുണ്ടല്ലോ. വേദപുസ്തകത്തിന് യോജിക്കുന്ന കാര്യമല്ല. ഗോഡ് വാണ്ട്സ് us to be a separate people. ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നുമില്ല. അതാര് പറഞ്ഞതാ? ഈ ബിലയാം പറഞ്ഞതാ. അതുകൊണ്ടാവും പറഞ്ഞത്, എടാ ഈ ജനത്തെ ശപിക്കാൻ എനിക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? അവർ തനിച്ച് പാർക്കുന്ന, അല്ലെങ്കിൽ ദേ ആർ എ സെപ്പറേറ്റ് പീപ്പിൾ. ജാതികളുടെ കൂട്ടത്തിൽ അവർ എണ്ണപ്പെടുന്നില്ല, അതുകൊണ്ട് എനിക്ക് അവരെ ശപിക്കാൻ കഴിയത്തില്ല. ഓക്കെ, കമോൺ, അതിനൊരു മാർഗമുണ്ട്. ഇവരുടെ വേർപാടിനെ നശിപ്പിച്ച് കളഞ്ഞാൽ മതി. Let them live with others and let them see what is happening in the other world. Naturally they will be attracted to that. സ്വാഭാവികമായി അതിലേക്ക് അവർ എന്ത് ചെയ്തു പോകും? അട്രാക്റ്റഡ് ആയി പോകും. നമ്മൾ പല സമയത്തും ചോദിക്കുമല്ലോ, ബ്രദർ അതിനകത്ത് എന്താ തെറ്റ്? ഇങ്ങനെ പോപ്പ് മ്യൂസിക്കിനകത്ത് എന്താ തെറ്റ്? ബെല്ലി ഡാൻസിൽ എന്താ തെറ്റ്? അതിനകത്ത് എന്തുവാ പ്രശ്നം? അതിനകത്ത് എന്തുവാ കുഴപ്പം? അത് മ്യൂസിക് എല്ലാം ഒരുപോലെയല്ല ഉള്ളൂ എന്നൊക്കെ ചോദിച്ച് ശരിയായിരിക്കും. എവിടെയാണ് ഇപ്പം വന്ന് നിൽക്കുന്നത് നമ്മളൊന്ന് ആലോചിക്കണം. ടെലിവിഷൻ ന്യൂസ് കാണാൻ തുടങ്ങിയതാണ്, പക്ഷേ ഇപ്പം എന്തുവാ കാണുന്നതെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇൻ്റർനെറ്റ് ഇമെയിൽ അയക്കാൻ വേണ്ടി തുടങ്ങിയതാണ്, പക്ഷേ ഇപ്പം എന്തുവാണ് ഇൻ്റർനെറ്റ് കൊണ്ട് ഉപയോഗിക്കുന്നുള്ളത് ആലോചിക്കണം. ഒരു സൈറ്റനിക് വേൾഡാണ് അവൻ്റെ കയ്യിൽ. ദ സിസ്റ്റം ഇറ്റ്സെൽഫ് ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് സൈറ്റൻ. അത് നമ്മൾ മനസ്സിലാക്കണം. അത് പോൾ ഭയങ്കരമായിട്ട് നമ്മളോട് പറയുകയാണ്, വാൺ ചെയ്യുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല. അവരിൽ ചിലർ പരസംഗം ചെയ്തതുപോലെ നിങ്ങൾ പരസംഗം ചെയ്യരുത്. മറ്റുള്ള ജനങ്ങളുമായിട്ട് കൂടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരും കൂട്ടുകാരുണ്ടാകരുതെന്നല്ല. കൂട്ടുകെട്ടൊന്നും പ്രശ്നമൊന്നുമില്ല. യു ക്യാൻ ഹാവ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് എനിബഡി. ലോകത്തിൽ ആരുമായിട്ട് നമുക്ക് കൂട്ടുകെട്ടുണ്ടാക്കാം, പക്ഷേ കൂട്ടായ്മ ഉണ്ടാക്കാൻ പറ്റത്തില്ല. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? ഇറ്റ് ഈസ് നോട്ട് ഫ്രണ്ട്ഷിപ്പ് ദാറ്റ് മാറ്റേഴ്സ്, ഇറ്റ് ഈസ് ഫെലോഷിപ്പ്. യു കനോട്ട് ഹാവ് ഫെലോഷിപ്പ് വിത്ത് അതേഴ്സ്. യു ക്യാൻ ഹാവ് ഫ്രണ്ട്ഷിപ്പ്. മാറി നിൽക്കാൻ പറ്റണം. അവരിൽ നിന്ന് മാറി നിന്നേ പറ്റൂ. അല്ലാതെ ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയല്ല, അവരുടെ എല്ലാ സിസ്റ്റത്തിൽ നിന്നും മാറി നിൽക്കണം. ലോകത്തിൻ്റെ സിസ്റ്റത്തിൽ നിന്ന് മാറി നിൽക്കുന്നവനെ വിശുദ്ധനായിട്ട് ജീവിക്കാൻ കഴിയത്തുള്ളൂ. ചില സമയത്ത് ഈ വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ, ഞാനിവിടെ ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിലും ചില ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ചില ഭാഗങ്ങൾ പെട്ടെന്ന് വളരെ ഈസിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുമ്പോഴത്തേക്ക് ഒരു വാക്യമുണ്ട്, സ്ത്രീ സാവധാനത്തോടും സൗമ്യതയോടും കൂടെ മക്കളെ പുലർത്തുന്നെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷപ്പെടാം. അല്ലേ? മക്കളെ പ്രസവിച്ച്
അപ്പോൾ ഞാൻ ആലോചിച്ചില്ല, ആദ്യമൊക്കെ വായിക്കുമ്പോഴെല്ലാം നമ്മൾ ചിന്തിക്കുന്നത് എന്തല്ലേ മക്കളെ പ്രസവിച്ച് രക്ഷപ്പെടും, അപ്പോൾ കൂടുതൽ പിള്ളേരുണ്ടായാൽ മതിയല്ലോ, അതാണോ കൂടുതൽ രക്ഷയ്ക്കുള്ള മാർഗം എന്ന് നമുക്ക് ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. മക്കൾ നല്ല കാര്യം തന്നെ കേട്ടോ, അതൊക്കെ പഴയ ചിന്താഗതിയാണ്. എന്താ ഒന്നേ ആകാവൂ എന്നൊക്കെ, അങ്ങനൊന്നുമില്ല. ഇറ്റ് ഈസ് ഗോഡ്സ്. ഐ എം നോട്ട് ആസ്കിങ് യു ടു ഹാവ് എന്തുവാ കണ്ടിന്യൂ എവറി ഇയർ മെച്ചോറിറ്റി ലീവ് വാങ്ങിക്കുന്ന കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ബട്ട് സ്റ്റിൽ കുഞ്ഞുങ്ങളുടെ നമ്പർ കൂടി കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ് ഈസ് ഗോഡ്സ് ഗിഫ്റ്റ്. അത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ അതൊരു ഭയത്തോടെയും എന്താ ഒക്കെ കാണേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ് ഈസ് ഗോഡ്സ് ഗിഫ്റ്റ്, നോ ഡൗട്ട്.